ആമവാദം അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇങ്ങനെയുള്ളവർക്ക് സന്ധിവാതം ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പക്ഷേ സന്ധികളിൽ അല്ലാതെ എക്സ്ട്രാ ആർട്ടിക്കുലർ സിംറ്റംസ് ലൈക്ക് നമുക്ക് കൈകാലിൽ തരിപ്പുണ്ടാവാം, ചിലവർക്ക് കണ്ണിൽ ചുമപ്പുണ്ടാവും, ചുമപ്പും വേദന അതായത് സ്ക്ലീറൈറ്റിസ് അല്ലെങ്കിൽ യുവിഐറ്റിസ് എന്ന് പറഞ്ഞ രോഗലക്ഷണം, ചിലവർക്ക് വിട്ടുമാറാത്ത ചുമ അതായത് സന്ധിവാതം കുറേ കാലം ചികിത്സിക്കാണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ലങ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും, അതിന് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയും. അതുപോലെ ചിലവർക്ക് കാലിൽ തരിപ്പ് പൊട്ടി വരുന്ന വ്രണങ്ങളുണ്ടാവും, വാസ്കുലറിക് അൾസേഴ്സ് പോലെ ഉണ്ടാവും. സോ സന്ധിവാതത്തിൽ അല്ലെങ്കിൽ ആമവാദത്തിൽ സന്ധിവാതത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമല്ല എക്സ്ട്രാ ആർട്ടിക്കുലർ സിംറ്റംസും ഉണ്ടാകും. വാദം ഒരിക്കലും പകരുന്ന രോഗമല്ല, വാദം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, ഒരിക്കലും അതൊരു കണ്ടേജിയസ് ഡിസീസ് അല്ല. ആഹാരക്രമം മാറ്റിയതുകൊണ്ട് മാത്രമല്ല, നമ്മളെ എക്സസൈസ്, നമ്മളെ സ്ട്രെസ് ലെവൽ, നമ്മുടെ ജീവിതശൈലി രീതികളും മാറ്റിക്കഴിഞ്ഞാൽ വാദം ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. ചിലതരം വാദസംബന്ധമായ അസുഖം അതായത് സ്പോണ്ടൈലർ ആർത്രപ്പതി അല്ലെങ്കിൽ ആംഗുലൈസിങ് സ്പോണ്ടലൈറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വാദത്തിൻ്റെ അസുഖമുണ്ട്. ഇതിൻ്റെ മെയിൻ സിംറ്റം ബാക്ക് പെയിൻ ആണ്. ഇങ്ങനത്തെ ഒരു രോഗലക്ഷണം വരുന്നുണ്ടെങ്കിൽ ആംഗുലൈസിങ് സ്പോണ്ടലൈറ്റിസ് ആണോ അല്ലെങ്കിൽ സ്പോണ്ടൈലർ ആർത്രപ്പതി ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ ഇത് പ്രധാനപ്പെട്ടതായിട്ടും ആണുങ്ങൾക്ക്, ചെറുപ്പക്കാരായ ആണുങ്ങൾക്കാണ് കാണുന്നത്. നമുക്ക് വേദനയുള്ള സ്ഥലത്ത് ചെറിയൊരു ഹോട്ട് കംപ്രസസ് എന്ന് പറയും, ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസസ് ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് വേദന കുറയാനൊന്നും പോകുന്നില്ല, പിന്നെ അതിൻ്റേതായ മരുന്നുകൾ എടുക്കണം, എന്നാലേ നീരും വേദനയാണ്. ഭയങ്കര റെഡ് ഹോട്ടായ സ്ഥലത്ത് ചൂടുവെള്ളം ഒഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്.